നമസ്കാരം. ഒരാളെ മദ്യപിച്ചിട്ടുണ്ടോന്ന് നോക്കുന്നൊരു ഉപകരണം ആളെ ടെസ്റ്റ് ചെയ്യും മുൻപേ 400-ൽ കൂടുതൽ കാണിച്ചാലോ? എന്തായിരിക്കും അവസ്ഥ? വിശ്വസിക്കാൻ കുറച്ച് പാടാണല്ലേ? ഇന്ന് നമ്മൾ ഏതാണ്ട് അങ്ങനെയൊരു കേസാണ് നോക്കുന്നത്. കേരള ഹൈക്കോടതിയുടെ ഒരു പുതിയ വിധി വന്നിട്ടുണ്ട്. തിരുവനന്തപുരത്ത് നടന്ന ഒരു സാധാരണ ട്രാഫിക് കേസ്. പക്ഷേ ഇത് നിയമത്തിന്റെയും നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നോളജിയുടെയുമൊക്കെ ചില പ്രധാന വശങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നുണ്ട്. ശരിയാണ്. നമ്മുടെ കയ്യിലുള്ളത് ഈ കോടതി ഉത്തരവ് തന്നെയാണ്. അപ്പോൾ ഇതിലെ പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് വിശദമായി നോക്കാം. നിങ്ങളൊരു നിയമവിദ്യാർത്ഥിയോ അല്ലെങ്കിൽ ഈ വിഷയങ്ങളിൽ പൊതുവെ താൽപ്പര്യമുള്ള ആളോ ആണെങ്കിൽ ഈ ചർച്ച ഉപകാരപ്പെട്ടേക്കും. തീർച്ചയായും. ഈ കേസിൽ ഹർജിക്കാരൻ ശരൺകുമാർ എസ് 3 പ്രധാന കുറ്റങ്ങളാണ് നേരിട്ടത്. ഒന്ന്, ഭാരതീയ ന്യായ സംഹിത, അതായത് BNS, അതിലെ സെക്ഷൻ 281, അശ്രദ്ധമായി വണ്ടി ഓടിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കാൻ ശ്രമിച്ചു എന്നത്. പിന്നെ മോട്ടോർ വാഹന നിയമത്തിലെ 2 വകുപ്പുകൾ. ഏതൊക്കെയാണത്? ഒന്ന്, സെക്ഷൻ 185, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത്. പിന്നെ സെക്ഷൻ 181, ഇത് ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിക്കുന്നതിനാണ്. ഇതിൽ തന്നെ ആ മദ്യപിച്ച് ഓടിച്ചു എന്ന ആരോപണമാണ് ഈ കേസിനെ ഇത്ര ശ്രദ്ധേയമാക്കുന്നത്. ഓക്കെ, അപ്പൊ എന്താണ് സംഭവം? എവിടെ വെച്ചാണ് നടന്നത്? സംഭവം നടക്കുന്നത് 2024 ഡിസംബർ 30 രാത്രിയാണ്, ഏകദേശം ഒരു 8:30 മണിയോടെ. ഹർജിക്കാരൻ സ്കൂട്ടറിൽ വരുമ്പോൾ പോലീസ് തടഞ്ഞു, അല്ലേ? അതെ. പോലീസ് പറയുന്നത് അയാൾ അശ്രദ്ധമായിട്ടാണ് ഓടിച്ചത്, ഒരു സംശയം തോന്നി മദ്യപിച്ചിട്ടുണ്ടെന്ന്. അങ്ങനെ അറസ്റ്റ് ചെയ്തു. അതിനുശേഷം ബ്രെത്തലൈസർ വെച്ച് ശ്വാസം പരിശോധിച്ച് സ്വന്തം ജാമ്യത്തിൽ വിട്ടയച്ചു. ഇതാണ് പോലീസിന്റെ ഭാഗം. ഓഹോ, പക്ഷെ ഹർജിക്കാരൻ ഇതിനെ ചോദ്യം ചെയ്തല്ലോ, കോടതിയിലെത്തിയല്ലോ. എന്തായിരുന്നു പ്രധാന വാദങ്ങൾ? അതെ, കാര്യങ്ങൾ അത്ര സിമ്പിൾ അല്ലായിരുന്നു. ഹർജിക്കാരന്റെ വാദങ്ങൾ പ്രധാനമായും നടപടിക്രമങ്ങളിലെ പിഴവുകളെക്കുറിച്ചായിരുന്നു. ഒന്നാമതായി, മോട്ടോർ വാഹന നിയമം സെക്ഷൻ 203 അനുസരിച്ച് വാഹനം നിർത്തിയ ഉടനെ ബ്രെത്തലൈസർ ടെസ്റ്റ് നടത്തണം. ഇവിടെ അത് നടന്നത് അറസ്റ്റിന് ശേഷമാണ്. ഓ, അത് നിയമപ്രകാരം ശരിയല്ല. അല്ല. രണ്ടാമതായി, സെക്ഷൻ 204 പ്രകാരം അറസ്റ്റ് ചെയ്താൽ 2 മണിക്കൂറിനുള്ളിൽ രക്തപരിശോധനയ്ക്ക്, അതായത് മെഡിക്കൽ ടെസ്റ്റിന് വിധേയനാക്കണം. അതും നടന്നില്ലേ? അതും നടന്നില്ല. ഇതൊക്കെ നടപടിക്രമത്തിലെ വീഴ്ചകളാണ്. ശരി. അപ്പോൾ ഈ പ്രൊസീജറൽ ലാപ്സസ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളൊക്കെ നിർണായകമായൊരു കാര്യം ആ ബ്രെത്തലൈസർ ടെസ്റ്റിൽ തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? എന്താണത്? അതെ, അതാണ് ഈ കേസിന്റെ കാതൽ എന്ന് പറയാം. ഈ ബ്രെത്തലൈസർ ഉപയോഗിക്കുന്നതിന് ഒരു രീതിയുണ്ട്. ഹർജിക്കാരനെ ടെസ്റ്റ് ചെയ്യുന്നതിന് തൊട്ടുമുൻപ് ഉപകരണം കൃത്യമാണോ, അതിൽ പഴയ ടെസ്റ്റിന്റെ അംശം വല്ലതുമുണ്ടോ എന്നൊക്കെ അറിയാൻ ഒരു എയർ ബ്ലാങ്ക് ടെസ്റ്റ് നടത്തണം. എയർ ബ്ലാങ്ക് ടെസ്റ്റ് അതായത് സാധാരണ അന്തരീക്ഷ വായു മാത്രം മെഷീനിലേക്ക് കടത്തിവിട്ട് റീഡിംഗ് എടുക്കണം. ആ റീഡിംഗ് എപ്പോഴും 0 0.000. ഇത് ഉറപ്പാക്കുന്നത് ഉപകരണം ക്ലിയറാണ്, മുൻപത്തെ ആളുടെ റീഡിംഗ് ഇതിൽ ബാക്കിയില്ല എന്നൊക്കെയാണ്. ഓക്കെ, 0 കാണിക്കണം. പക്ഷെ ഇവിടെ ആണോ നടന്നത്? അല്ല, ഇവിടെയാണ് ട്വിസ്റ്റ്. ഈ കേസിൽ ഹർജിക്കാരനെ പരിശോധിക്കുന്നതിന് തൊട്ടുമുൻപ് നടത്തിയ എയർ ബ്ലാങ്ക് ടെസ്റ്റിലെ റീഡിംഗ് 412 mg/100 ml ആയിരുന്നു. 412? 0 വരേണ്ട സ്ഥാനത്ത് 412? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ. അതെ, 0 കാണിക്കേണ്ട ഉപകരണം 412 കാണിക്കുന്നു. എന്നിട്ട് ഹർജിക്കാരന്റെ ശ്വാസം പരിശോധിച്ചപ്പോ എത്രയായിരുന്നു റീഡിംഗ്? ഹർജിക്കാരന്റെ ശ്വാസത്തിലെ മദ്യത്തിന്റെ അളവ് 41 mg 100 ml ആയിരുന്നു. 41? നിയമമനുസരിച്ച് 30 mg 100 ml ആണ് പരിധി, അല്ലേ? അപ്പൊ 41 എന്നത് കൂടുതലാണ്. പക്ഷേ അതിന് തൊട്ടു മുമ്പ് ഒരു എയർ ബ്ലാങ്ക് ടെസ്റ്റിൽ 412 കാണിച്ച് ഒരു മെഷീൻ തരുന്ന 41 എന്ന റീഡിങ്ങിനെ എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? അത് ശരിയാണ്, അതിലൊരു സാധ്യതയില്ലല്ലോ. ഇല്ല. എയർ ബ്ലാങ്ക് ടെസ്റ്റ് 0 അല്ലെങ്കിൽ അതിനർത്ഥം ഒന്നുകിൽ ഉപകരണം തകരാറിലാണ്, അല്ലെങ്കിൽ അതിൽ പഴയ മദ്യത്തിന്റെ അംശമുണ്ട്. ഇത് വ്യോമയാന മേഖലയിലൊക്കെ പൈലറ്റുമാരെയും മറ്റും പരിശോധിക്കുമ്പോൾ DGCA വളരെ കർശനമായി നോക്കുന്ന കാര്യമാണ് ഈ 0 റീഡിംഗ്. അതേ യുക്തി കോടതിയും ഇവിടെ അംഗീകരിച്ചു. ആ 412 എന്ന ബ്ലാങ്ക് ടെസ്റ്റ് റീഡിംഗ് കാരണം ഹർജിക്കാരന്റെ 41 എന്ന റീഡിംഗിന് നിയമപരമായ നിലനിൽപ്പില്ല എന്ന് കോടതിക്ക് പറയേണ്ടി വന്നു. അപ്പോൾ മദ്യപിച്ച് വാഹനം ഓടിച്ചു എന്ന കേസ്, അതായത് സെക്ഷൻ 185, അതോടെ പോയി, ശരിയല്ലേ? അതെ, ആ കേസ് നിലനിൽക്കില്ല എന്ന് കോടതി പറഞ്ഞു. കാരണം വിശ്വസനീയമായ തെളിവില്ല,
വൈദ്യപരിശോധന നടത്തിയിട്ടുമില്ല. ശരി. ഇനി മറ്റേ കേസ്, ലൈസൻസ് ഇല്ലാതെ ഓടിച്ചു എന്നത്. സെക്ഷൻ 181. അതിന്റെ കാര്യമെന്തായി? ഹർജിക്കാരൻ കോടതിയിൽ ഒരു രേഖ ഹാജരാക്കിയിരുന്നു, അനക്ഷരയേറ്റു. അതനുസരിച്ച് സംഭവസമയത്ത് അദ്ദേഹത്തിന് സാധുവായ ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ടായിരുന്നു. 2038 വരെ കാലാവധിയുള്ള ലൈസൻസ്. ഓഹോ, അപ്പോൾ ലൈസൻസ് ഉണ്ട്. അതെ. അതുകൊണ്ട് ലൈസൻസ് ഇല്ലാതെ വാഹനം ഓടിച്ചു എന്ന സെക്ഷൻ 181 പ്രകാരമുള്ള കുറ്റവും നിലനിൽക്കില്ലെന്ന് കോടതി കണ്ടെത്തി. അപ്പോ മോട്ടോർ വാഹന നിയമത്തിലെ 2 പ്രധാന കുറ്റങ്ങളും സെക്ഷൻ 185ഉം 181ഉം കോടതി റദ്ദാക്കി. അതെ, റദ്ദാക്കി. പിന്നെന്താണ് ബാക്കിയുള്ളത്? കേസ് മൊത്തത്തെ തള്ളിപ്പോയോ? ഇല്ല, അവിടെയാണ് അടുത്ത പോയിന്റ്. BNS സെക്ഷൻ 281 പ്രകാരമുള്ള കുറ്റം, അതായത് അശ്രദ്ധമായി വണ്ടിയോടിച്ച് അപകടമുണ്ടാക്കാൻ സാധ്യതയുണ്ടാക്കിയെന്നത്, അത് നിലനിൽക്കും എന്നാണ് കോടതി പറഞ്ഞത്. അതെന്താ അങ്ങനെ? മദ്യപിച്ചിട്ടില്ലെങ്കിൽ പിന്നെ അശ്രദ്ധ എങ്ങനെ വരും? കോടതിയുടെ കാഴ്ചപ്പാട്, ഒരാൾ മദ്യപിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നത് വേറെ കാര്യം. മദ്യപിക്കാത്ത ഒരാൾക്കും അശ്രദ്ധമായി വണ്ടി ഓടിക്കാമല്ലോ. അതുകൊണ്ട് അയാൾ അശ്രദ്ധമായിട്ടാണോ ഓടിച്ചത് എന്നത് വേറെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വിചാരണയിൽ തീരുമാനിക്കേണ്ട കാര്യമാണ്. ഉദാഹരണത്തിന്, ആരെങ്കിലും കണ്ടിട്ടുണ്ടോ, ഓടിച്ച രീതി എങ്ങനെയായിരുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. മനസ്സിലായി. അപ്പൊ ആ കേസ് തുടരും? അതെ. BNS സെക്ഷൻ 281 പ്രകാരമുള്ള നടപടികൾ തുടരാൻ കോടതി അനുമതി നൽകി. ശരി. അപ്പൊ ആകെത്തുകയിൽ കോടതി ഈ കേസിൽ നിന്ന് ചില കാര്യങ്ങൾ പഠിക്കാനുണ്ടെന്ന് കണ്ടു. പ്രത്യേകിച്ച് പോലീസിന്റെ ഭാഗത്ത് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ കൊടുത്തു. വളരെ പ്രധാനപ്പെട്ട ഒരു നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവിക്ക്, DGPക്ക് നൽകാൻ കോടതി ആവശ്യപ്പെട്ടു. എന്താണെന്ന് വെച്ചാൽ, എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും ബ്രെത്ത് ലൈസർ ഉപയോഗിക്കുമ്പോൾ ഈ എയർ ബ്ലാങ്ക് ടെസ്റ്റ് നിർബന്ധമായും നടത്തണം. അതിലെ റീഡിംഗ് 000 ആണെന്ന് ഉറപ്പുവരുത്തുകയും വേണം. അതിനുശേഷമേ വ്യക്തിയെ പരിശോധിക്കാവൂ. അത് വളരെ നല്ലൊരു നിർദ്ദേശമാണ്. അടിസ്ഥാനപരമായ കാര്യമാണെങ്കിലും പാലിക്കപ്പെടേണ്ട ഒന്നാണ്. അതെ. ഈ കേസ് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അതാണ്. നിയമ നടപടികളിൽ, പ്രത്യേകിച്ച് ഈ ടെക്നോളജിയൊക്കെ ഉപയോഗിക്കുമ്പോൾ, ആ നടപടിക്രമങ്ങൾ എത്ര കൃത്യമായി പാലിക്കണമെന്നതും ഉപകരണങ്ങൾ ശരിയായി പ്രവർത്തിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കേണ്ടതും എത്ര പ്രധാനമാണ് എന്നത്. ശരിയാണ്. അല്ലെങ്കിൽ ഒരു നിരപരാധി ശിക്ഷിക്കപ്പെടാം. അല്ലെങ്കിൽ ഒരു തെളിവ് അപ്പാടെ ഉപയോഗശൂന്യമാകാം. അതെ, തെളിവിന്റെ വിശ്വാസ്യതയാണ് ഇല്ലാതാകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഈ എയർ ബ്ലാങ്ക് ടെസ്റ്റ് 0 എന്ന് നോക്കാത്തതുകൊണ്ട് മാത്രം ഇതുപോലെ എത്ര കേസുകളിൽ തെളിവുകൾ ദുർബലമായിട്ടുണ്ടാകാം, അല്ലെങ്കിൽ തെറ്റായ നിഗമനങ്ങളിൽ എത്തിയിട്ടുണ്ടാകാം. സാധ്യതയുണ്ട്. നിയമപാലനത്തിൽ നമ്മൾ സാങ്കേതിക വിദ്യയെ ആശ്രയിക്കുമ്പോൾ അതിലെ ഇത്തരം പിഴവുകൾ, അത് പൊതുജനങ്ങൾക്ക് നിയമത്തിലുള്ള വിശ്വാസത്തെ തന്നെ ബാധിക്കില്ലേ? ഇതിനെക്കുറിച്ച് കൂടുതൽ ആലോചിക്കാൻ ഒരുപക്ഷേ ഈ ചർച്ച നിങ്ങളെ സഹായിക്കുമെന്ന് കരുതുന്നു. തീർച്ചയായും. നടപടിക്രമങ്ങളുടെ കൃത്യത, അതാണ് പ്രധാനം.